ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആയിട്ടാണ്. അതിനായിട്ട് ഇതാ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ A4 ഷീറ്റിനെ ക്രോസ് ആയിട്ട് മടക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ഭാഗം ക്രോസ് ആക്കി മടക്കില്ലേ, ഇതേപോലെ തന്നെ മറ്റേ ഭാഗം മടക്കുക. അപ്പോൾ കണ്ടല്ലോ, രണ്ട് ഭാഗം നമ്മളിപ്പോൾ മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, ഇതേപോലെ മടക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പേപ്പർ ഒന്ന് നിവർത്തിയെടുക്കുകയാണ്. അപ്പോൾ നിവർത്തിയെടുക്കുമ്പോൾ തന്നെ കാണുമല്ലോ, നമ്മൾ ആദ്യം ക്രോസ് ചെയ്ത് മടക്കിയതിൻ്റെയൊക്കെ ആ മടക്ക് കാണല്ലോ. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ടുള്ളത് എവിടെയാണെന്നും കാണല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു ഫേസ് വരച്ചെടുക്കുകയാണ്. അപ്പം ഞാനിതാ പെൻസിൽ വെച്ചിട്ട് ഫേസും ഹെയറും കൂടി വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും, ഓ ഫേസൊക്കെ വരയ്ക്കണമല്ലോ, ബാക്കി സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഫേസൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ. എന്നാലും ഇത് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫേസ് വരയ്ക്കാനായിട്ട് ഒരു പെൻസിൽ എടുക്കുക. അങ്ങോട്ട് നമുക്ക് ഒന്നെങ്കിലും ഒരു സർക്കിൾ വരച്ചിട്ട് കണ്ണും മൂക്കും വരയ്ക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഒന്ന് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ അതിൽ കളർ കൊടുക്കുമ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിവിടെ ഫേസ് വരച്ചിട്ട് അതിൻ്റെ ശേഷം കളർ കൊടുത്തിട്ടുണ്ട്. കളർ കൊടുക്കുന്നത് ക്രയോൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്രയോണും എന്തായാലും മിക്ക വീട്ടിലും ക്രയോൺ ഉണ്ടാവുമല്ലോ. അപ്പം ഒരു A4 ഷീറ്റും ക്രയോണും മാത്രം മതി കേട്ടോ ഇതിന്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതാകുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അയച്ചു തരാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാമല്ലോ. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വരയ്ക്കാനുണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങോട്ട് വരയ്ക്കാനൊന്നുമില്ല, ഇത്ര മാത്രം വരയ്ക്കാനേ ഉള്ളൂ. അപ്പം നമ്മളിതാ ഇതേപോലെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ക്രോസ് ആക്കി മടക്കിയിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ഈ വരച്ചില്ലേ അതുവരെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിതപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ കട്ട് ചെയ്തതെന്ന്. ഇനി നമുക്കിതൊന്ന് ക്രോസ് ചെയ്ത ഭാഗത്തിലേക്ക് മടക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ താഴെ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണേ. ഒരുപാട് അങ്ങോട്ട് ചെരിക്കൊന്നും വേണ്ടേ, ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിതിനൊന്ന് നിർത്തി വെക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ മോളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അവളെ കൈയാണേ കാണുന്നത്. അവൾ ക്രയോണൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അവളും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഒട്ടിച്ചെടുക്കാനായിട്ട് സാധാ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. A4 ഷീറ്റല്ലേ, ഏത് വെച്ചിട്ടും ഒട്ടിക്കാമല്ലോ. അപ്പോൾ ഞാനിത് സാധാ ഒരു ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതാക്കണ്ടല്ലോ, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർഫുൾ ആക്കണ്ടേ. അപ്പോൾ കളർഫുൾ ആക്കുന്നതൊക്കെ ഏത് കളർ വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, എന്നിട്ട് കളർഫുൾ ആക്കി കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ കളർ കൊടുക്കുമ്പോൾ നമ്മൾ ഒരേ കളർ തന്നെ കൊടുക്കാതിരിക്കുക കേട്ടോ. ഞാനിതിനൊക്കെ ഡോട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു കുറച്ച് ഭാഗം ഡോട്ട് കൊടുക്കുക, അതിനുശേഷം ഒന്ന് വരച്ച് കൊടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതേപോലെയായിട്ട് ചെയ്യുന്നത്. ഡോട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഡോട്ടൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും നന്നായിട്ട് വരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഐഡിയ ഒക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ ഇതിന് കളറൊക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നില്ലേ. ഏകദേശം നമ്മുടെ ഡോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗങ്ങളും കൂടി ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇതുപോലെ ഞാൻ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡോൾ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആകെ നമുക്ക് വേണ്ടത് A4 ഷീറ്റും ക്രയോണും മാത്രം മതിയല്ലോ. ഈ A4 ഷീറ്റും ക്രയോണും വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ വിചാരിച്ചോ? അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കല്ലോ. വളരെ സിമ്പിളാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഞാനിതിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ആകെ വേണ്ടത് ക്രയോണോ A4 ഷീറ്റ് മാത്രമാണ്. അതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.